നിങ്ങൾ വെട്ടൂർ സുരേഷെ പരിചയപ്പെട്ട ആ ദിവസം ഓർക്കട്ടെ, അതെങ്ങനെയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ബഹുമാനം? നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആ സമയത്ത് കേട്ടു, ആ സമയപ്പോഴത്തേക്ക് കേട്ടു. ഇവര് ഈ നമ്മുടെ അവിടുത്തെ ചേട്ടന്മാരുടെ കൂടെ കൂടിയപ്പോൾ നമ്മൾ കേൾക്കണ്ടല്ലേ ഇന്ന ആൾക്കാരുടെ ഇന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരെ കാണണം. എനിക്ക് ആ സമയത്ത് ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരു ദിവസം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട്, ഞാൻ പുള്ളിനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ കലാമണ്യ പോലെ പുള്ളി ഇരിക്കണം, കാണാൻ നല്ല സ്റ്റൈലാണ്. പുള്ളി ബുള്ളറ്റിന് പോവും ഞങ്ങളുടെ അതിൽ കൂടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആരാധനയോട് നോക്കും, ഇങ്ങനെ ഇത് നല്ല ഫേസാണ് കാണാൻ. ബുള്ളറ്റിൽ നിറഞ്ഞിരുന്ന് പോകും. അപ്പോൾ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആരാധനയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞ്, ഇനി നീ വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇടിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ആ പ്രായത്തിലട്ടാ ചേട്ടാ എൻ്റെ ദേഹം നൊന്താ ഞാൻ തിരിച്ചിടിക്കും, വലിയൊരു സംശയമില്ല. അത് ഭയങ്കര വിഷയമായി അവരുടെ ഇടയിൽ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി കമ്പനി അടിക്കണം. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്ത ഞാൻ ഷാജിയായിട്ട് കമ്പനി അടിക്കുന്നുണ്ടോ, ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജിക്ക് ഇവർക്ക് വിഷയമാണെങ്കിൽ എനിക്ക് വിഷയമില്ലല്ലോ. ഇല്ല. പക്ഷേ ഞാൻ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ ചെറിയ മനസ്സിൽ ഞാൻ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നു ഷാജിയോട്. കാരണം പുള്ളിനൊന്ന് കാണണം എന്നുള്ള ഇതിൽ. കാരണം എവിടെ പോലും ഷാജിയാണ്. സുരേഷിനെ ഭയങ്കര പേടിയുണ്ടെങ്കിലും, സുരേഷിന്റെ പേടിയുണ്ടെങ്കിലും അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ. കാരണം ഈ നമ്മൾ ചെറിയ പയ്യനായതുകൊണ്ട് ഇവരുടെ ഇടയിൽ ഓടി നടക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവരെ കാണാൻ വന്ന ആൾക്കാരാണെങ്കിലും പല ഗുണ്ടാ നേതാക്കന്മാരാണ് വന്നത് ഇവിടെ. അപ്പോൾ ഇവര് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതും ഷാജിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പൊ ഇത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലുത് വെട്ടൂർ സുരേഷ്. അവര് പേടിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ അവര് ഭയത്തോടെ കാണുന്ന ഒരാളുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് അയാളോടൊരു ഇത് തോന്നൂല, അയാൾ ആരാണെന്നുള്ള. അപ്പൊ നമ്മൾ അപ്പോഴും അങ്ങനെയാണോ ഇങ്ങനെയാണ് കാണണം. നമുക്ക് സിനിമയിൽ കേൾക്കുന്ന ഒരു അധോലോകത്തിനെ പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ അധോലോകത്തിനെ കുറിച്ച് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതേപോലെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൂടെയുള്ള ഈ സുരേഷ് ചേട്ടനായിട്ട് സംസാരമായല്ലോ, അത് എല്ലാവരും ചർച്ച ചെയ്ത് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. പുള്ളിയോട് അങ്ങനെ പറയിക്കരുതായിരുന്നു. നിന്നെ ഞാൻ കൈകാര്യം ചെയ്തു പറഞ്ഞപ്പോൾ പറ്റത്തില്ല, ദേഹം നൊന്താൻ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാറ്. അതെ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അത് ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞല്ല, എന്റെ സ്വഭാവം അങ്ങനെയാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നെ ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു. അല്ല, ബീച്ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ അത് അവന്റെ പക്ഷത്ത് തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞു. അവന് ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവൻ പ്രതികരിക്കാണ്ട് ഇടികൊള്ളണമായിരുന്നു. അതിന് നീ എന്തിനാണ് ഇത് ചെയ്യണമെന്ന് അവർ അങ്ങാട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ എനിക്കും തോന്നി ഇവരുടെ ഇടയിൽ ഞാൻ കാരണം ഒരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ സോറി പറഞ്ഞു. അപ്പോൾ അന്ന് സംസാരം ഉണ്ടായപ്പോൾ എന്നോട് അതിൽ കൂടുതൽ ഒരാൾ പറഞ്ഞാണ്, ഇവന്റെ പോക്ക് ശരിയല്ല, ഇവനൊരു ഗുണ്ടാ നേതാവാകാനുള്ള പ്ലാനാണ് എന്ന് പറഞ്ഞു.